ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു പുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു കറി പോലും ഇല്ലാതെ നമുക്ക് ഈ പുട്ട് കഴിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പഴത്തിൻ്റെ കൂടി ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ട് ഇളം ചൂടോടെ കഴിക്കാവുന്നതാണ്. നമുക്ക് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇളം ചൂടുവെള്ളം ഒഴിച്ച് പുട്ടുപൊടി നനച്ചെടുക്കാം. പുട്ടുപൊടി നമുക്കൊരു 10 മിനിറ്റ് മാറ്റിയെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സാധാരണ നമ്മൾ പുട്ട് വേവിക്കുന്നത് പോലെ അല്പം തേങ്ങ ചിരകിയിട്ടിട്ട് അതിന് മുകളിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് അടപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിൻ്റെ പരിപാടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.